ശിഷ്ടദശയം തുടങ്ങി ഏറ്റവും ലാസ്റ്റ് വരെയാവാം. അപ്പം ദശാകാലങ്ങൾ വരെയും മാറ്റം വരും. പക്ഷേ ഇന്നിപ്പോൾ ഇവരുടെയൊക്കെ കയ്യിൽ നോക്കിയിട്ട് ചോദിക്കും. അപ്പം റോഹിത് ചോദിക്കാൻ വരുന്ന കാര്യം അവർക്കൊരു പരിധി വരെ അവിടെ നിന്ന് ആൻസർ കിട്ടും. അതിന് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കർണൂൽ പിശാച് എന്ന് പറയുന്നുണ്ട്, പലതും അറിയപ്പെടുന്നുണ്ട്. സോ അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ആ ഒരു ആൻസർ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ പറയുന്ന ഡേറ്റും ടൈമും ഒന്നും ഇല്ലെങ്കിലും വിശ്വസിക്കാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹം കണ്ടച്ചൊരു 2 മിനിറ്റ് ഇരുന്നതിന് ശേഷം എൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചേ പറ്റൂ എന്നുള്ള അത് പ്രൂവ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ബ്രേക്കപ്പ് ഇഷ്യൂസ്, ചേട്ടൻ പറഞ്ഞതുപോലെ ഡിവോഴ്സ് കേസുകളും പ്രണയ നൈരാശ്യങ്ങളും. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പ്രതിപ്പെട്ട ഇന്ത്യൻ ജ്യോതിശാസ്ത്രം, ഭാരതീയ ജ്യോതിശാസ്ത്രം, അതിൽ സത്യമുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമുക്കിടയിലെ ജ്യോത്സ്യന്മാർ, ജ്യോതിഷികൾ അവരെത്രമാത്രം സത്യസന്ധരാണ്? ഇതാണ് നമ്മുടെ വിഷയം. റോഹിത് നല്ലൊരു ബ്രില്യൻ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമുക്കൊരാളെയും സത്യസന്ധത അളക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ 2 ഫിലോസഫിയിലാണ് ഈ ജ്യോതിഷം വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഹോപ്പ് ജനറേഷനും, 2 എന്താ പറയുക ഫിയർ ഫാക്ടേഴ്സുമാണ്. അത് മെജോറിറ്റി കമേഴ്ഷ്യലൈസ്ഡ് ജ്യോതിഷന്മാർ എപ്പോഴും ഫിയർ ഫാക്ടേഴ്സ് ജനറേറ്റ് ചെയ്തുകൊണ്ട് ഒരു കമേഴ്ഷ്യൽ മെക്കാനിസം കൊണ്ടുവരുന്നു. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, അവർ ആ വഴി തന്നെ പോട്ടെ. പക്ഷേ ഇപ്പുറത്തെ ഹോപ്പ് ജനറേറ്റ് ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്നത്, അല്ലാതെ സന്തോഷം വരുമ്പോൾ ഒരിക്കലും പോവില്ല. അപ്പോൾ പ്രശ്നം വരുന്ന സമയത്ത് പോകുമ്പോൾ ഒരു ജ്യോതിഷൻ നമ്മളെ കൈപിടിച്ചുയർത്തുകയും കോൺഫിഡൻസ് തരികയും ചെയ്യുന്നു. അതിനപ്പുറം ഇവിടെ ഒരു ഭയങ്കര ഒരു ഭാരതീയ വേദിക് ജ്യോതിഷത്തിന് ഭയങ്കര പ്രസക്തിയുണ്ട്. കാരണം മറ്റുള്ള വെസ്റ്റേൺ ജ്യോതിഷം പോലെയല്ല, ഒരുപാട് കാൽക്കുലേഷൻസും. ഈവൻ സയന ആൻഡ് നിരയന എന്ന് പറയുന്ന ദ ഡിഫറൻസ് ബിറ്റ്വീൻ സയന ആൻഡ് നിരയന എന്ന് പറയുന്ന അയനാംശയാണ്. അപ്പോൾ പല അയനാംശയാണ് പല ജ്യോതിഷന്മാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണപ്പെട്ടവർക്ക് ഇത് അറിയണമെന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചിത്രപക്ഷി എന്ന് പറയും. അപ്പോൾ കേരളം വിട്ട് കഴിഞ്ഞാൽ ഫ്രാഗ്നയനാംശയുണ്ട്, രാമനുണ്ട്, ലഹരിയുണ്ട്. ഈ കാൽക്കുലേഷൻ്റെ ബേസിലാണ് ഒരു ജ്യോതിഷൻ പൂർണ്ണമായിട്ടും നമ്മുടെ ജാതകം എടുത്തരുന്നത്. അപ്പോൾ നമ്മളൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? ജാതകം കൊണ്ടായിരിക്കും. ഈ ജാതകം ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് തന്ന ജാതകമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ ഈ പറയുന്ന സമയങ്ങളിൽ ഹോസ്പിറ്റലുകളെല്ലാം അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ടൈം ഓഫ് ബർത്ത് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. മുൻപ് ഈ ടൈം ഓഫ് ബർത്ത് പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യണമെന്നുള്ള ഇല്ല. നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യണ്ട. ചിലപ്പോൾ ചെയ്യാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. പക്ഷേ 1 മിനിറ്റ് മാറിയാൽ ലഗ്നം മാറും. അപ്പോൾ ആ ലഗ്നം മാറിക്കഴിഞ്ഞാൽ ജാതകം പൂർണ്ണമായിട്ടും മാറും. പിന്നെ ജ്യോതിഷനാണോ തെറ്റുകാരൻ, അതോ എഴുതിയ ആളാണോ തെറ്റുകാരൻ, ഒന്നും അറിയില്ല. അപ്പോൾ ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നതാണ്. ഇതിനും അപ്പുറം റോഹിത്തെ, ഇപ്പോൾ ഇതെല്ലാം തെറ്റെന്ന് വെച്ചോളൂ. പക്ഷേ ക്വാളിഫൈഡ് ജ്യോതിഷൻ്റെ അടുത്താണ് ഒരാൾ എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാർഗേണ ആ സമയം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ജ്യോതിഷം തെറ്റുകാരനല്ല, ശാസ്ത്രം ശരിയാണ്. ജ്യോതിഷന് അറിവുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് സത്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്, ഇപ്പം നോക്കൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് വിവാഹമാണ് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കൂടെ വരുന്ന പാർട്ണറുടെ സ്വഭാവത്തിനനുസരിച്ച് ഇവന്റെ ജീവിതത്തിൽ എങ്ങനെ വേണമെങ്കിലും, അതാണാവട്ടെ പെണ്ണാവട്ടെ, എങ്ങനെ വേണമെങ്കിലും മാറ്റം ഉണ്ടാകാം. ഈ നമ്മൾ ഹിന്ദു കൾച്ചറിൽ വിവാഹം നിശ്ചയിക്കുന്നത് ജാതകം നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ജ്യോത്സ്യൻ എഴുതിയിരിക്കുന്ന ജാതകം കൃത്യമല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രഹനിലകളും സമയവും ഒന്നും കൃത്യമല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ഒരു മാച്ചിനെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുക. അപ്പോൾ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ ഒരേ സമയം തന്നെ ഒരാളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് നല്ല ഒരു ജ്യോത്സ്യൻ എപ്പോഴും നല്ലൊരു മനഃശാസ്ത്രജ്ഞൻ കൂടി ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഒരു പ്രശ്നവുമായി ചെല്ലുന്ന ആൾക്ക് മുന്നിലേക്ക് കബഡി നിരത്തിയോ അല്ലെങ്കിൽ അവൻ്റെ ജാതകം നോക്കിയോ പ്രശ്നം നിർണ്ണയിക്കുന്നതിനും അപ്പുറത്തേക്ക് അവൻ്റെ സംസാരത്തിൽ നിന്ന്, അവൻ്റെ ആംഗ്യങ്ങളിൽ നിന്ന്, അവൻ്റെ കണ്ണുകളിൽ നിന്ന് അവൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവനൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നിടത്താണ് ഒരു ജ്യോത്സ്യൻ വിജയിക്കുന്നത്. ശരിയാണ്, ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡോളൻസ് ഏജിലേക്ക് വരുന്ന സമയത്താണ് ഒരു സൈക്കോളജി വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു മൈനറായിരിക്കുന്ന സമയങ്ങളിൽ പലരും ആ ജ്യേഷ്ഠകൾ മനസ്സിലാക്കി റോഹിത് പറഞ്ഞ പോലെ നിമിത്ത ശാസ്ത്രം വഴിയാണ് നല്ലൊരു ജ്യോതിഷൻ കണ്ടുപിടിക്കുക. പിന്നെ സാധാരണപ്പെട്ട ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു ജാതകൻ ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് ഒരു നിയോഗമാണ്. നല്ല ദൈവജ്ഞനിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ നല്ല ദൈവജ്ഞൻ അല്ലെങ്കിൽ നല്ല ജ്യോതിഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നല്ലൊരു മനഃശാസ്ത്രജ്ഞനും കൂടെയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേഴ്സാണ്. ഈ ഡൈവേഴ്സ് വരാനുള്ള പല കോസുകളുണ്ട്. അതിലൊരു കോസാണ് എല്ലാ മാട്രിമോണി പോർട്ടൽസും. ഞാൻ ഒരു മാട്രിമോണി എടുത്തു പറയുന്നില്ല. ഇന്ത്യയിൽ ലീഡ് ചെയ്യുന്ന 500 CR ടേൺ ഓവറുള്ള ഓൾമോസ്റ്റ് പല കോർപ്പറേറ്റ്സ് കമ്പനിയും ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ്. അതായത് ഫോർ ജനറേറ്റിംഗ് ഹൊറോസ്കോപ്പ്.
ഈ ഹൊറോസ്കോപ്പ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെടുക്കുന്ന 3 ക്രെഡൻഷ്യൽസ് ആണ് ജനനസമയം, ജനനതീയതി, ജനനഡേറ്റ്. പക്ഷേ ഇതിൻ്റെ ബേസിലാണ് ഈ മാരേജ് കോമ്പാറ്റിബിലിറ്റി. അപ്പോൾ ഇവിടെ വില്ലനായി വരുന്നത് ആരാണ്? ചൊവ്വ. 10ൽ 5 എണ്ണം കേരളത്തിൽ റിജക്റ്റ് ചെയ്യുമ്പോൾ 10ൽ 9 എണ്ണം ഔട്ട് ഓഫ് കേരള എടുക്കുന്നുണ്ട്. സോ അപ്പോൾ ചൊവ്വയാണ് അവിടുത്തെ വില്ലൻ. അപ്പോൾ വില്ലനാക്കിയെടുത്തതും ഈ ജ്യോതിഷന്മാർ തന്നെയാണ്. അപ്പം നമ്മൾക്ക് ഒരു ജ്യോതിഷനെ അടച്ചു പറയേണ്ട ആവശ്യമില്ല. പക്ഷേ മെജോറിറ്റി ജ്യോതിഷന്മാരും ചൊവ്വയെ വില്ലനാക്കി വെച്ചുകൊണ്ട് രാശിപ്പൊരുത്തം, രാശാധിപൊരുത്തം, മഹേന്ദ്രപ്പൊരുത്തം, ഗണപ്പൊരുത്തം ഇങ്ങനെ പറയുന്ന ഒരുപാട് പൊരുത്തക്കൂട്ടുകളെ, പക്ഷെ കേരളം വിട്ടുപോയി ഇതൊന്നും ബാധകമല്ല. ഇതൊന്നും നോക്കാത്തവരും മനസ്സമ്മയോട് ജീവിക്കുന്നില്ലേ? കേരളത്തിൽ തന്നെ മറ്റു കമ്മ്യൂണിറ്റിയിലുള്ളവരുണ്ട്, ഉറപ്പാണ്. അതിൽ ചുരുക്കം ചില ആളുകൾ ഇത് നോക്കുന്നുണ്ട്. അത് അങ്ങനെ വേണമെങ്കിൽ തന്നെ വാദിക്കാമെങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രശ്നമില്ലാതെ പോകുന്നവരുണ്ട്, പ്രശ്നമുള്ളവരുണ്ട്. അതെ അതെ, ഇതെല്ലാം ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. പിന്നെ വിശ്വസിച്ച് പോകുന്നവൻ ഇതിനെ ഇന്റലക്ച്വലി മൂവ് ചെയ്ത് ഇതിനെ പൂർണ്ണമായിട്ടും പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഓവർ റൂൾ ചെയ്ത് പോകുന്നതാണ് കാര്യം. അല്ലാതെ ഇത് ചേരില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചൊവ്വ വേണ്ടെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്യുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അച്ഛനും അമ്മയും എന്തുമാത്രം പാരൻസ് ആണ് ഓരോ ജ്യോതിഷന്മാരടുത്ത് പോയി എൻ്റെ മക്കൾക്ക് കല്യാണം ആകുന്നില്ല എന്ന് പറയുന്നത്. ഇവർ കേരളം വിട്ടുപോകുന്ന സമയങ്ങളിൽ കല്യാണം ആകുന്നില്ലേ? ആകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ് ഒന്നുമല്ല. ഞാൻ ഈ മനഃശാസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞത്, ഞാൻ ചെറുപ്പകാലം മുതലേ ഈ ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ മാനസിക സംഘർഷം അനുഭവപ്പെടുമ്പോൾ, എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന ജ്യോത്സ്യനെ കാണാൻ പോകും. കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ തോന്നലുകൾ മറ്റൊരാൾക്ക് നല്ലതാണെന്നില്ല. ഒരു ജ്യോത്സ്യനെ കാണാൻ പോകും. ജ്യോത്സ്യനെ കാണാൻ പോയി കഴിയുമ്പോൾ അദ്ദേഹം എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം അദ്ദേഹം കബഡിയൊക്കെ നിർത്തി, രോഹിതേ ഇത് പ്രശ്നമാണല്ലോ, അപ്പോൾ അവിടെ ഒരു ഫിയർ ഫാക്ടറോടെ വർക്ക് ചെയ്തു. ഇതിന് അപ്പോൾ എന്താ പരിഹാരം? അത് ഇന്ന ക്ഷേത്രങ്ങളിൽ പോയി ഇന്നത് ചെയ്യും. വലുതൊക്കെ ആണെങ്കിൽ, സാമ്പത്തിക ചെലവുള്ളതാണെങ്കിൽ നമ്മൾ പറയും ഇല്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതല്ല അവിടെ പോയി തൊഴുതാൽ മതി, അല്ലെങ്കിൽ ഒരു പായസം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ന് പോയി തൊഴുതാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. എന്റെ പ്രശ്നം തീർന്നു, ഇതായിരുന്നല്ലോ എന്റെ പ്രശ്നം, അതിന്റെ സൊല്യൂഷൻ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിൽ നിന്ന് എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആ പണി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ, എൻ്റെ പ്രശ്നം തീർന്നു. ആ ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് എൻ്റെ പ്രശ്നം തീർന്നു, ജ്യോത്സ്യം പറഞ്ഞതാണ്, ഞാൻ നേരെ പോവാണ്, ആ പണി എടുക്കുന്നു, അതിലെനിക്ക് സക്സസ് കണ്ടെത്താൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആ ജ്യോത്സ്യനെയും അദ്ദേഹം പറഞ്ഞ കർമ്മങ്ങളെയും വിശ്വസിക്കുകയാണ്. അപ്പം ഈ തിയറി മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും നല്ല ജ്യോത്സ്യന്മാരൊക്കെ വരുമ്പോൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും എൻ്റെ സമയം നോക്കിയിട്ട് പറയും എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അത് എനിക്ക് തരുന്നൊരു കോൺഫിഡൻസ് ആണ് എൻ്റെ മുന്നോട്ട് പോകുന്നതിൽ. ഇത് കണ്ടുകൊണ്ടായിരിക്കാം, ഒരു പക്ഷേ ഇതായിരിക്കാം, ഇത് കണ്ടുകൊണ്ടല്ല, ഇതായിരിക്കാം പലപ്പോഴും ചേട്ടൻ ഈ പറയുന്ന രീതിയിൽ ശാസ്ത്രീയമായി അതിനെ നോക്കുന്നതിനും അപ്പുറത്തേക്ക് ചെറിയ നോളജ് വെച്ച് നോക്കുന്ന ഒട്ടനവധി ജ്യോത്സ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ ലാപ്ടോപ്പ് എടുത്ത് നോക്കും, അവർ ഈ പറഞ്ഞിട്ടുണ്ട് ജനനസമയവും ജനനസ്ഥലവും ജനനതീയതിയും അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ മുന്നിലേക്കുള്ള കാര്യങ്ങൾ വരും. അതിൻ്റെ സൊല്യൂഷൻ അടക്കം വരുന്ന സോഫ്റ്റ്വെയറുകൾ നിൽപ്പുണ്ട്. നന്നായി പ്രസൻറ്റ് ചെയ്യാൻ അറിയുന്ന ആളായിരിക്കും ആളുകൾക്ക് മനസ്സിൽ നല്ല ജ്യോത്സ്യരായിട്ട് തോന്നുന്നത്. ശരിയല്ലേ? ഉറപ്പാണ്. അതായത് ഈ മുൻപ് ഒരു ജ്യോതിഷൻ ഒരു ജാതകം എഴുതാൻ മിനിമം ഈ പറയുന്ന കമ്പ്യൂട്ടറില്ലാതെ 4 മണിക്കൂർ എടുക്കും രോഹിത്. അപ്പോൾ ഒരു ജ്യോതിഷന് ജാതകം എഴുതൽ മാത്രമേ ഉള്ളൂ പരിപാടി അല്ല. സാമാന്യം ഒരാൾക്ക് ഒരു ദിവസം എത്ര ജാതകം എഴുതാൻ പറ്റും? 1 or 2 ജാതകം എഴുതാൻ ഒന്നേ പറ്റുള്ളൂ. അതെ, അതിൻ്റെ ഒരു വേറൊരു സംബന്ധിച്ചാൽ ആദ്യം എവിടെയെങ്കിലും തുടങ്ങുന്ന ഒരു ജാതകത്തിൽ ഒരു മിസ്റ്റേക്ക്, കണക്കൂട്ടിൽ മിസ്റ്റേക്ക് വന്നാൽ അത് ലാസ്റ്റ് വരെ എഫക്റ്റ് ചെയ്യും. ദശാഭുക്തി ആരംഭ അന്ത്യത്തിന് തുടങ്ങി ജന്മശിഷ്ടദശയും തുടങ്ങി ഏറ്റവും ലാസ്റ്റ് വരെ ആവാം. അപ്പം ദശാകാലങ്ങൾ വരെയും മാറ്റം വരും. പക്ഷേ ഇന്നിപ്പോൾ ഇവരുടെയൊക്കെ കയ്യിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈവൻ ISR വരെയും ഉപയോഗിക്കുന്ന സമയത്തിന് വേണ്ടി നോക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കാൽക്കുലേഷൻസ് കിട്ടും. അപ്പോൾ ഈ ജാതകം വിശകലനം ചെയ്യാൻ അറിയാവുന്ന ഒരു ജ്യോതിഷന് ഈ സോഫ്റ്റ്വെയർ മതി. പിന്നെ രോഹിത്തിനകത്ത് വേറൊരു ഘടകമുണ്ട്. അതായത് എത്ര പേര് വിശ്വസിക്കുമെന്ന് അറിയില്ല, കേരളത്തിനകത്ത് പ്രഗത്ഭന്മാരായ പല ജ്യോതിഷന്മാർക്ക് ഉപാസനയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും. ചില ജ്യോതിഷൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കും, സംസാരിക്കും, 1 മിനിറ്റ് എന്ന് പറയും, അവർ ഏതെങ്കിലും ഒരു പോർഷൻസിലേക്ക് നോക്കിയിട്ട് ചോദിക്കും. അപ്പം രോഹിത് ചോദിക്കാൻ വരുന്ന കാര്യം അവർക്കൊരു പരിധി വരെ അവിടുന്ന് ആൻസർ കിട്ടും. അതിന് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കർണൂൽ പിശാച് എന്ന് പറയുന്നുണ്ട്, പലതും അറിയപ്പെടുന്നുണ്ട്. സോ അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ആൻസർ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ പറയുന്ന ഡേറ്റും ടൈമും ഒന്നും ഇല്ലെങ്കിലും ഒരു ജ്യോതിഷൻ പ്രസൻറ്റേഷനുള്ള വ്യക്തിയാണെങ്കിലും അല്ലാത്ത വ്യക്തിയാണെങ്കിലും പൂർണ്ണമായിട്ട് ഒരാൾ ഗൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇരുട്ടത്തൊരു ടോർച്ചാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഞാൻ ഈ നമ്മുടെ നിശാന്ത് തോപ്പിൽ സാറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ, വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമാണ്. അദ്ദേഹം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നു, ക്യാബിലിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ പുതിയ ടെക്നോളജി അദ്ദേഹം പരിചയപ്പെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇൻഡിവിജ്വൽ വാസ്തു എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ വ്യക്തിഗത വാസ്തു. വ്യക്തിഗത വാസ്തു. രോഹിതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു, സമയം പറഞ്ഞു. പുള്ളി കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പുള്ളി എൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുക. അപ്പോൾ
അത് ജ്യോതിഷത്തിന്റെ മറ്റൊരു രൂപമാണ്. അദ്ദേഹം വാസ്തു പ്രൊഫൈലിൽ നിൽക്കുന്നത് കൊണ്ട് അതിനെ അത്തരത്തിൽ അദ്ദേഹം ബിൽഡ് ചെയ്തതാണോ നിലവിലുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഉള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേട്ടൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവ്? ഇൻഡിവിജ്വൽ വാസ്തു എന്നുള്ള കൺസെപ്റ്റ് കുറച്ച് ജ്യോതിഷന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ സയന്റിഫിക്കലി ഇവിടെ വാസ്തു ഉപയോഗിക്കുന്ന കോർപ്പറേറ്റ് വാസ്തു അല്ലെങ്കിൽ വീട് വാസ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. വാസ്തു പുരുഷൻ എന്നുള്ള കൺസെപ്റ്റ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രയവിക്രയങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സംഭവമാണ്. അല്ലാതെ ഇൻഡിവിജ്വൽ വാസ്തു എന്നുള്ള കോൺസെപ്റ്റ് ഇതുവരെ ഒരിടത്തും ഡോക്യുമെന്റലി ഇല്ല. പക്ഷെ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മേ ബി അവരുടെ ഉപാസന ക്രമം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് അതിനെ എന്താ പറയുക, ഒരാളുടെ ജാതകം ഇല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും നല്ലൊരു ജ്യോതിഷൻ. അതെ അതെ, അതിലൊരു പോർഷനുമായിരിക്കാം. അല്ല, ഇത് വിശ്വസിക്കാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹം കണ്ടച്ചൊരു 2 മിനിറ്റ് ഇരുന്നതിന് ശേഷം എൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചേ പറ്റൂ എന്നുള്ള, അത് പ്രൂവ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റേ ചില ആളുകൾ സ്ട്രീറ്റ് ആസ്ട്രോളജി ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അതായത് നമ്മൾ ഈ പണ്ട് കണ്ടിരുന്ന പക്ഷിശാസ്ത്രമോ കൈനോട്ടമോ അല്ല. അവരിപ്പോൾ മോഡേൺ ആയിട്ട് യൂട്യൂബ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങി ഒരാളോട്, സ്പോട്ടിൽ കാണുന്ന ഒരാളോട് അവരുടെ സമയവും ദോഷമൊക്കെ സമയവും ജനനസമയവും തീയതിയൊക്കെ ചോദിച്ചതിന് ശേഷം അവരുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പോകുന്ന ഒരു സംവിധാനം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹസ്തരേഖാശാസ്ത്രം, പക്ഷിശാസ്ത്രം, ഈ പറയപ്പെടുന്ന ജ്യോതിശാസ്ത്രം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിനകത്തൊക്കെ എപ്പോഴും ഒരു പ്രിവിലേജസ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള സംഭവം ജ്യോതിശാസ്ത്രമാണ്. ഈ ഒരു ഹസ്തരേഖാശാസ്ത്രക്കാരൻ്റെ അടുത്തോ പക്ഷിശാസ്ത്രക്കാരൻ്റെ അടുത്തോ ഒരു സൊസൈറ്റിയിൽ ഒരു വലിയ രീതിയിൽ ജീവിക്കുന്ന ഒരാൾ പോയി ഇരിക്കാൻ താല്പര്യപ്പെടില്ല എന്നുള്ളത്. പക്ഷെ ഒരു ജ്യോത്സ്യനാണ്, അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ പോയി ഇരുന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേൾക്കാൻ ആളുകൾക്ക്. ഇപ്പം ഞാൻ പറയാം, മലയാളത്തിലെ ഒരു വലിയ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു ചാനൽ ഉദ്ഘാടനത്തിന് ഞാൻ പോകുമ്പോൾ അവിടെ എൻ്റെ നാട്ടിലുള്ള ഒരു ജോത്സ്യനെ അദ്ദേഹത്തെ കുടുംബത്തെ ഞാൻ കാണാം. ചേട്ടൻ എന്താ ഇവിടെ ചോദിച്ചപ്പോൾ ഇതിൻ്റെ സമയം കുറിച്ച് കൊടുത്തത് ഞാനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ജോത്സ്യനാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഹരിപത്തന വേറെ രീതിയിലൂടെയാണ്. കഴിഞ്ഞ ദിവസം ഹരിച്ചേട്ടൻ വിളിച്ചപ്പോൾ ജ്യോതിശാലയത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? കാരണം അദ്ദേഹം ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളെ മറ്റൊരു രീതിയിൽ ട്രീറ്റ് ചെയ്ത് പോകുന്നു. പക്ഷെ അവരുടെയൊക്കെ അടുത്തേക്ക്, ഞാൻ ഈ പറയുന്ന മുഴുവൻ ആളുകളുടെയും അടുത്തേക്ക് ആളുകൾ ഓടി എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഇവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കൊണ്ട് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ശരിതെറ്റുകളെ വിലയിരുത്താൻ സാധിക്കില്ല എന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഗസ്റ്റുകളെ കാണുന്നു. ഈ ഗസ്റ്റുകളിൽ നമുക്ക് മാനസികമായി ഇഷ്ടപ്പെടാത്ത ചില ആളുകളുണ്ടാവും, ശരിയാവത്തില്ല. പക്ഷെ അവരെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു കൂട്ടം ആളുകളും ഇപ്പോഴുണ്ട്. ഞാൻ ഈ ശാസ്ത്രമൊക്കെ വിട്ട്, ശാസ്ത്രീയതയൊക്കെ വിട്ട് ആത്യന്തികമായി പറഞ്ഞാൽ, ഒരു മനുഷ്യന് ഒരാൾ അല്ലെങ്കിൽ ഒരു സംവിധാനം ഏതെങ്കിലും തരത്തിൽ ആശ്വാസമാകുന്നുണ്ടെങ്കിൽ അതിനെ പിടിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ളത് തന്നെയല്ലേ എൻ്റെ ഉറപ്പാണ്. ഇന്ന് കേരളത്തിലെ വളരെ ബ്രാൻഡഡ് ആയിട്ടൊരു ജ്യോതിഷമുണ്ട്. പേര് നമ്മൾ പറയുന്ന ഒട്ടും ശരിയല്ല. അദ്ദേഹത്തിന് പലരുടെയും പേഴ്സണൽ ലൈഫ് വളരെ ഹെൽത്തി അല്ല, ആരോഗ്യപരമല്ല. സോ അപ്പം പല ആൾക്കാരെയും മിസ്ലീഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കർമ്മമാണ് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ അതിലൊന്നാണ് ഇപ്പോൾ പറഞ്ഞ ഹരി പത്രാന. വളരെ പ്രശസ്തനാണ്, നല്ല ജ്യോതിഷനാണ്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹോപ്പ് ജനറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഹരി പത്തനാപുരം എന്ന പേര് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ്, ഒരു കരുതൽ. അതായത് നമ്മൾ ഇദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കരുതലുണ്ട് എന്നൊരു തോട്ട്. നമുക്ക് ആരും ഇല്ലെങ്കിലും കൈ പിടിക്കാൻ ഒരാളുണ്ട്. അതാണ്, അങ്ങനെ ആവണം പല ജ്യോതിഷന്മാരും എന്ന് ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയുന്നതല്ല. സ്വാഭാവികമായിട്ടും അതേ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് പറയാം. അതെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റൈറ്റ് വേ എന്നുള്ളത്. സയന്റിഫിക് അപ്പുറത്ത് കിടക്കട്ടെ, പക്ഷേ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയുടെ അടുത്തല്ലോ ആദ്യം പോകുന്നത്. അപ്പോൾ അതിന് ഇങ്ങനൊരു കുറേ ജ്യോതിഷന്മാർ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇതിനകത്തെ കള്ളനാണയങ്ങളെ കൃത്യമായി തിരിച്ചറിയണം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരാളെ പേര് പറയാതെ ഞങ്ങൾ പറയാം. ഒരാൾ ഇന്ന് ഭയങ്കര തന്ത്രി എന്നൊക്കെ പേര് ചേർത്ത് ഭയങ്കര ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു വാർത്ത കണ്ടിട്ട് ഞാൻ ഇദ്ദേഹത്തെ പറ്റി തിരക്കി. 1-2 പ്രവചനങ്ങളൊക്കെ നടത്തി. അതിൽ 1-2 ഇല്ലേ ചക്ക വീണതുപോലെ വലിച്ചു. മറ്റൊന്ന് 2 പ്രധാനപ്പെട്ട കേരളത്തിലൊരു വലിയ വിഷയത്തെ എടുത്തങ്ങ് പ്രവചിച്ചു. അത് ശരിയായതുമില്ല. ഈ സമയത്ത് ഞാൻ തിരക്കിയപ്പോഴാണ് ഇദ്ദേഹം കുറച്ച് നാൾ മുമ്പ് വരെ അവിടെ ഓട്ടോ ഓടിച്ചു നടന്നൊരു മനുഷ്യനാണ്. ഇദ്ദേഹം തന്ത്രിയോ ബ്രാഹ്മണനോ, അതുപോലെ ബ്രാഹ്മണൻ പഠിക്കാം, തന്ത്രം പഠിക്കാം, അതൊക്കെ പൂണിട്ടാളാണ്. പക്ഷെ ഇതിലൂടെ അയാൾ ഉണ്ടാക്കിയെടുത്ത കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് ഇത് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ രീതികൾ മാറി, ആളുകളോടുള്ള ഇടപെടലുകൾ മാറി. ഇത്തരത്തിൽ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അവരെയും നമ്മൾ പറയാതെ പോകാൻ സാധിക്കില്ല. ഒരുപാട് പേര് രോഹിത് കേരളം വിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാംസിന് പോയി കഴിഞ്ഞാൽ ഒരു ചാർത്തിന് മേടിക്കുന്ന 2 ലക്ഷം രൂപയാണ്, അല്ലെങ്കിൽ 3 ലക്ഷം രൂപ. ആൾക്കാർ റെഡിയാണ്. അതായത് ഈ നമ്മൾ വളരും തോറും നമ്മളെ കൂടെ വളരുന്ന സംഭവമാണ് പേടി. ആ പേടിയെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹത്തിനകത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 10 പേരിൽ ഒരാൾ ജ്യോതിഷന്മാരാണ്. പക്ഷേ ഇതിനകത്ത് പേടി എന്നതിനപ്പുറത്തേക്ക് ചിലർക്ക് ഇവർ ചെയ്തു കൊടുക്കുന്ന കർമ്മങ്ങൾ കൊണ്ട് വലിയ ചൂഷണം ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാനൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഒരു മാസം 2.5 ലക്ഷം രൂപ അദ്ദേഹം ക്ഷേത്രങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ്.
1 മാസം. അപ്പം ഞാൻ ചോദിച്ചു അതെങ്ങനെയെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ കാണുന്നത് ഞാൻ പോകുന്ന ക്ഷേത്രങ്ങളിലെ എല്ലാ ദേവതകളും അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിലേ പോകും, എൻ്റെ പാർട്ണറായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു 25% ഞാൻ ഈ ക്ഷേത്രങ്ങൾക്കായിട്ട് ചെലവഴിക്കും. അപ്പൊ അദ്ദേഹത്തിന് അത് കിട്ടുന്നതിൽ നിന്ന് കൊടുക്കാൻ അദ്ദേഹത്തിന് യാതൊരു വിധമായ സങ്കടമില്ല. എന്തിനൊരു പ്രശ്നം വന്നാൽ ഇവർ നോക്കിക്കോളൂ എന്നുള്ള വിശ്വാസത്തിൽ ഇദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിന്റെ കർമ്മം ചെയ്തു, അതിൽ വിജയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ജീവിച്ചു പോകുന്ന ഒരു വലിയ ആളുകളുടെ ചുറ്റുമാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചേട്ടാ നമുക്ക് വരുന്ന ഒരുപാട് ഫോൺ കോളുണ്ട്. ഞാനിപ്പോൾ പറയാം, ഒരു കക്ഷി കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി അവരെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കണം എന്നുള്ളത്. ഞാൻ ചേട്ടാ നിങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരാളുടെ പേര് പറയാൻ പറ്റില്ല. നിങ്ങൾ നമ്മുടെ ചാനലുകൾ നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളെ ഇവർ കൊള്ളാം എന്ന് തോന്നുന്നെങ്കിൽ അതിൻ്റെ ലിങ്ക് അയച്ചു തരൂ, ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ തന്നെ വിളിച്ച് സംസാരിക്കും. അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രദീപേട്ടൻ ഒരു വിഷയത്തിന് പരിഹാരം പറയാൻ ഞാനാളല്ല. അപ്പോൾ സ്വാഭാവികം ഞാൻ ചിലരോടൊക്കെ പറയും, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരാളെ സജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറയാൻ പറ്റുമെങ്കിൽ വാട്സപ്പിൽ ഒരു ഓഡിയോ ആയിട്ട് അയച്ചു തരും, ഞാനത് കേട്ട് നോക്കിയിട്ട് അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ തരാം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ബ്രേക്കപ്പ് ഇഷ്യൂസാണ്. ചേട്ടൻ പറഞ്ഞതുപോലെ ഡിവോഴ്സ് കേസുകളും പ്രണയ നൈരാശ്യങ്ങളുമാണ്. ഞാൻ ഇവരോടൊക്കെ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഇവർ ഈ വശ്യത്തിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് വശ്യം ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ അറിയാൻ വേണ്ടിയിട്ടുണ്ട് പലരും വിളിച്ചത്. ഞാൻ ഇവരോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ വശ്യത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പിട്ട് നിങ്ങളൊരു നല്ല സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ നല്ലോണം കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഞാൻ പരിചയപ്പെടുത്തരാം. അവരോട് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് സ്വയം ഓക്കെ ആവാൻ പോകുമെങ്കിൽ വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിലാണെങ്കിൽ ഇത്തരത്തിലൊന്ന് ചെയ്ത് നോക്കൂ. ഇപ്പൊ ഞാൻ ഇത്തരത്തിൽ പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, ഒരു 20, 24, 25 അദ്ദേഹത്തിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച് വീട്ടിൽ സംസാരിച്ചതാണ്. അവളിപ്പോൾ ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല, വീട്ടുകാരെ മൈൻഡ് ചെയ്യുന്നില്ല, അവർക്ക് വേണ്ട ഇങ്ങനെ പറഞ്ഞു. അവൻ കരയാണ്, ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായി കരയാണ്. അപ്പോൾ ഞാൻ ഒരാളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇവരെ വിളിക്കൂ, ഇവരെ വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കൂ, ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് 1 hour സെഷൻ എടുക്കൂ, ഒരു ഹീലിംഗ് വേണമെങ്കിൽ നോക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ അവരോട് സംസാരിച്ച് 2-3 ദിവസം ഇവർ അപ്പോയിൻമെന്റ് എടുത്തിട്ട് ഈ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ 4ാമത്തെ ദിവസം എന്നെ വിളിച്ചു, ചേട്ടാ എനിക്കിനി അവൾ വേണ്ട. വെച്ചാൽ അതെന്താ, അല്ല എനിക്കിപ്പോൾ മനസ്സിലായി എന്തിനാണ് ഞാൻ എന്നെ വേണ്ടാത്ത ഒരാൾക്ക് പിന്നാലെ ഞാൻ പോകുന്നത്, അങ്ങനെ കർമ്മം ചെയ്ത് പിടിച്ചുകൊണ്ട് വന്നാൽ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ലല്ലോ, എൻ്റെ മനസ്സ് ഓക്കെ ആയപ്പോൾ തണുത്തപ്പോൾ ഞാൻ അതിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പലതും ആകാമെന്നുള്ളതാണ്. എല്ലാ മനുഷ്യനും എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും, എത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞാലും, എത്ര ധനികനാണെന്ന് പറഞ്ഞാലും അവർക്കൊക്കെ ഒരു സപ്പോർട്ട് വേണം. അത് അവർ ചിലപ്പോൾ പാർട്ണറിൽ നിന്നോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റാഫുകളിൽ നിന്നോ ആ സപ്പോർട്ട് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടത് ഒരു മെന്റൽ സപ്പോർട്ടാണ്. ഒരു നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമെന്നൊരു തോന്നൽ, പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി അത് ഓക്കെ ആകുമെന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ അവർക്കത് മുന്നോട്ട് കുതിക്കാൻ പറ്റുന്ന ഒരു ഊർജ്ജമായി മാറും. അതാണ് ബേസിക്കലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 50% ജ്യോത്സ്യത്തിലും നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് കാരണം ഈ മെൻ്റൽ വെൽബീയിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യുഗം തന്നെയാണിത്. അപ്പോൾ ഇതിന് ഈ ഒരു ജ്യോതിഷൻ ആസ് എ കൗൺസിലറായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പ്രശ്നങ്ങളോട് കഴിയും. ജ്യോതിഷൻ്റെ കമേഴ്ഷ്യൽ സൈഡ് സെക്കൻഡറി ആയിട്ട് തിങ്ക് ചെയ്യുന്ന ജ്യോതിഷന്മാർ വളരെ കുറവേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് പ്രോബ്ലം തീരും. നേരത്തെ രോഹിത്ത് കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ വാല്യുബിൾ ആണ്. അതായത് അമ്പലത്തിലൊരു ഡൈറ്റിയെ അല്ലെങ്കിൽ മൂർത്തിയെ നമ്മൾ പാർട്ട്ണറായിട്ട് നിർത്തുന്നു. നോക്കൂ, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നമായ അമ്പലങ്ങളിലൊന്നാണ് തിരുപ്പതി നമ്മൾ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വരുന്ന ബിസിനസ് ഓണേഴ്സിൻ്റെ ഒരു പാർട്ട്ണർ അദ്ദേഹമാണ്. വരുന്ന ഇൻകത്തിന് ഇത്ര % എല്ലാ ഇയറിലും അവിടെ കൊടുക്കുന്നുണ്ട്. അതെ. സോ നമുക്ക് വരുന്ന ദോഷങ്ങളെ ഒരു പരിധിവരെ മാറിപ്പോകുന്നുള്ളൊരു വിശ്വാസമാണ്. എല്ലാം വിശ്വാസം. നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ശബരിമല ശാസ്താവിനെ പാർട്ണറാക്കിയ ആളുകൾ. ഞാൻ തന്നെ ഉണ്ട്. എൻ്റെ ഒരു എൻറ്റിറ്റിയിൽ നമ്മൾ 3 പേരുണ്ട്. പക്ഷെ അതിലൊന്ന് ശ്രീ അയ്യപ്പനാണ്, ശാസ്താവാണ് നമ്മുടെ പാർട്ണർ. പക്ഷേ ഇത്ര % കൊടുക്കാമെന്നൊരു സംഭവം വെച്ചിട്ടാണ് പോണത്. നമ്മളെ കാത്തുകൊള്ളുമെന്നൊരു വിശ്വാസം. അതെ, സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും എനിക്കെന്തായാലും അങ്ങനത്തെ പാർട്ണർമാരെ ഞാൻ വെച്ചിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിൽ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ശരി ഒരു 10 മിനിറ്റ് ക്ഷേത്രത്തിൽ പോയി തൊഴുത് നിന്നാൽ ഭഗവാൻ അറിയാം. അങ്ങനെയുള്ള ദിവസങ്ങളിൽ എൻ്റെ കണ്ട് അറിയാതെന്ന് അറിയും. അപ്പോൾ ഭഗവാൻ അറിയാം ഇവനെന്തോ പ്രശ്നമുണ്ട്, നോക്കിക്കോളും. അന്ന് വൈകുന്നേരത്തിന് മുമ്പ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാറുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പാർട്ണറാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടും എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഇപ്പം ഞാൻ പാർട്ണറാക്കി വെച്ച എൻ്റെ ബിസിനസ്സിൻ്റെ നഷ്ടത്തിനും കൂടി പുള്ളി നമുക്ക് ലാഭം കൊടുക്കാനില്ലല്ലോ, നഷ്ടത്തിനും കൂടി പുള്ളി പാർട്ണർഷിപ്പ് ഇങ്ങോട്ട് ചോദിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം പുള്ളി ഭഗവാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇവന്റെ പാർട്ണർഷിപ്പ് ഇപ്പൊ വേണ്ട, പതുക്കെ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും താങ്ക് യു ചേട്ടാ. എന്തായാലും ജ്യോതിശാസ്ത്രം സത്യമാണ്, സത്യസന്ധരായ ജ്യോതിഷന്മാരുമുണ്ട്, എന്നാലും ഒരു ചെറു വിഭാഗം ഇതിലുണ്ട്. അത് നിങ്ങൾ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കി ചെയ്യുക എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. താങ്ക് യു.